കോവിഡ് സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയായി മാറിയെന്ന് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷന്റെ പഠനം. നേരിട്ടും അല്ലാതെയുമായി സംസ്ഥാനത്ത് 23% തൊഴിൽ നൽകിയിരുന്ന ടൂറിസം മേഖലയുടെ തകർച്ച വലിയ പ്രത്യാഘാതമാണ് സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയിൽ ഉണ്ടാക്കിയത്. പച്ചക്കറി അടക്കമുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിൽ വിലക്കയറ്റം ഒഴിവാക്കി ദേശീയ ശരാശരിയേക്കാൾ മികച്ച പ്രകടനം നടത്താൻ കേരളത്തിനായെന്നും പഠനം വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കിക്കൊണ്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ പുറത്തിറക്കിയ കേരള എക്കണോമി എന്ന പഠന റിപ്പോർട്ടിലാണ് നിർണായക കണ്ടെത്തലുകളുള്ളത്. കോവിഡിനെ തുടർന്ന് മാർച്ച് മുതൽ വിദേശ ആഭ്യന്തര സഞ്ചാരികളുടെ കുറവ് വന്നു തുടങ്ങി. ജൂൺ മാസമായതോടെ കഴിഞ്ഞ വർഷം ഇതേ കാലയളവുമായി തട്ടിച്ചു നോക്കുമ്പോൾ വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിലെ കുറവ് 99% മാറി. ഇതുതന്നെയാണ് ആഭ്യന്തര സഞ്ചാരികളുടെ കാര്യത്തിലും സംഭവിച്ചത്. 2020 ജാനുവരിയിൽ ഏതാണ്ട് 1.25 ലക്ഷം ആൾക്കാർ വിദേശികൾ കേരളത്തിൽ വരും. വിദേശികളായിട്ടുള്ള ആൾക്കാർ അത് ജൂൺ ആയപ്പോഴത്തേക്കും 1.25 ലക്ഷത്തിൽ നിന്ന് 500 കുറഞ്ഞു. എന്നാൽ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ അടക്കമുള്ളവയുടെ കാര്യത്തിൽ സംസ്ഥാനത്ത് വിലക്കയറ്റമുണ്ടായില്ല. ലോക്ക്ഡൌൺ കാലത്ത് സംസ്ഥാനത്തെ ആഭ്യന്തര ഉൽപ്പാദനം കൂടിയതിനാൽ ജൂണിൽ വില കുറയുകയും ചെയ്തു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ ദേശീയ ശരാശരിയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുമായി. സ്വാഭാവികമായും ഒരു പ്രൈസ് ഇൻക്രീസ് പ്രതീക്ഷിക്കേണ്ടതാണ്. ക്രമാതീതമായിട്ടുള്ളൊരു വർധന നമ്മുടെ പച്ചക്കറിയിൽ ഉണ്ടായിട്ടില്ല. അതിന് കാരണം ഡൊമസ്റ്റിക് സപ്ലൈ വർദ്ധിച്ചുകൊണ്ടാണ് എന്നാണ് ഞങ്ങളുടെ ഒരു അനുമാനം. ഇനി മുതൽ ഓരോ മാസവും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിടും. മീഡിയ 1 തിരുവനന്തപുരം.